നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. ഇത് നമ്മുടെ ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുടിയുടെ അറ്റം പിളരുന്നതിനെ കുറിച്ചാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു ഈ സ്പ്ലിറ്റ് എൻഡ്സ്. ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണിത്. അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ഈ ഒരു കണ്ടീഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മുടിയുടെ അറ്റം പിളരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ 5 ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ഓരോ മുടിനാരിനും പുറത്തൊരു ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംരക്ഷണ കവചം നശിക്കുകയോ കേടാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ ഒരു സംരക്ഷണ കവചം എങ്ങനെയാണ് നശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നശിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ കാരണങ്ങൾ മറ്റൊന്നുമല്ല, നമ്മൾ മുടിയിൽ അമിതമായിട്ട് ചെയ്തു കൊടുക്കുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, അതായത് കൂടുതൽ ഹാർഷ് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാംപൂ, കണ്ടീഷണർ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, അതുപോലെ നമ്മൾ ഹെയർ കളർ ചെയ്ത് കൊടുക്കുന്നത്, അമിതമായിട്ട് ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നത്, മുടി ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നത്, അതുപോലെ ആവശ്യത്തിലധികം സൂര്യപ്രകാശം മുടിയിൽ ഏൽക്കുന്നത്, ഇതൊക്കെ ഈ ഒരു മുടിയുടെ അറ്റം പിളരാനുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മുടി പുറകിലേക്ക് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കുന്നത്, മുടി നമ്മളിങ്ങനെ ചറപറാന്നിങ്ങനെ വേഗം വലിച്ച് ചീകുന്നത്, അതുപോലെ നനഞ്ഞ മുടി ചീകുന്നത്, ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയെങ്കിലും മുടിയിൽ ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റിയ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മുടെ മുടിയുടെ അറ്റം പിളർന്നത് നമുക്ക് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടിയുടെ അറ്റം ഒരു അധികമൊന്നും വേണ്ട, ഒരു 1/4 ഇഞ്ച് നീളത്തിലൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക ഒരു കത്രിക കൊണ്ട്. ഈ ഒരു ട്രിമ്മിങ് നമ്മളൊരു 6 മാസത്തിൽ ഒരിക്കൽ എന്തായാലും മുടിയിൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസ് വീണ്ടും വരാൻ കാരണമാവും. അപ്പോൾ നമ്മൾ മുടി ഒരു 1/4 ഇഞ്ച് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ഈ കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 5 ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് അശ്വഗന്ധ ചൂർണവും ആമലക്കി ചൂർണവും കൂടെ, അതായത് നെല്ലിക്ക പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. ഇപ്പോൾ അശ്വഗന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, അമുക്കുരമാണ്. അപ്പോൾ ഈ അമുക്കുരം പൊടിച്ചതും അതുപോലെ നെല്ലിക്ക പൊടിയും നമ്മൾ തുല്യ അളവിലെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മൾ സ്കാൽപ്പിലും അതുപോലെ നമ്മുടെ മുടിയിലും തേച്ച് കൊടുക്കാം. രണ്ടാമത്തത് ഭൃംഗരാജ ഹെയർ മാസ്ക് ആണ്. ഭൃംഗരാജ എന്ന് പറഞ്ഞാൽ കയ്യോന്നിയാണ്. ചില സ്ഥലങ്ങളിൽ കയ്യുണ്ണി എന്നൊക്കെ പറയും തോന്നുന്നു. അപ്പോൾ ഈ കയ്യോന്നി കൊണ്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കയ്യോന്നിയുടെ ചെടി ഉണ്ടെങ്കിൽ അത് നമുക്ക് സമൂലം എടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം തൈരിൽ അരച്ച് ഹെയർ മാസ്ക് ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് നമുക്ക് തൈരിൽ മിക്സ് ചെയ്തിട്ടും നമുക്കൊരു ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തത് മുട്ടയും ഏത്തപ്പഴം, ചില സ്ഥലങ്ങളിൽ നേന്ത്രപ്പഴം എന്നും പറയും. ഇതുകൊണ്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. മുട്ട നമ്മൾ ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും മുഴുവനായിട്ട് എടുക്കുക. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത്. നന്നായിട്ട് പഴുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കുക. പഴത്തിൻ്റെ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കട്ടയുണ്ടെങ്കിൽ കഴുകി കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് അരച്ച് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഇത് നമുക്ക് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാലാമതായിട്ട് നമുക്ക് ഇതിനു വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ഇരട്ടി മധുരവും തൈരും കൂടിയുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇരട്ടി മധുരം നന്നായിട്ട് പൊടിച്ചതും അതിൽ തൈരും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാക്ക് ആക്കി എടുത്ത് ഇത് നമ്മുടെ തലയൊട്ടിയിലും മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 4 ഹെയർ പാക്കുകൾ പറഞ്ഞു. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കൊടുക്കാം. ഈ പാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് പാക്കാണെങ്കിലും നമ്മളത് മുടിയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് നേരം മുടിയിൽ വെച്ചിട്ട് കഴുകി കളയാം. ഏതെങ്കിലും ഒരു ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് വേണം കഴുകി കളയാൻ വേണ്ടിയിട്ട്. ഈ ട്രീറ്റ്മെന്റ് എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുടിയുടെ അറ്റം പിളരുന്നവർ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രശ്നമുള്ളവർ ആഴ്ചയിൽ ഒരു ദിവസം ഇതിലേതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 പാക്കുകൾ പറഞ്ഞു. ഇനി ഒരു ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തിന്റെ ആധിക്യം കൊണ്ടാണ് നമ്മുടെ സ്കാൽപ്പും അതുപോലെ തന്നെ മുടിയും ഒക്കെ വല്ലാതെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വാതദോഷത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ഇതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്താനും കൂടി ഉള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. പാദാഭ്യംഗമാണ്, അതായത് നമ്മുടെ കാലിൻ്റെ ഉള്ളംകാല് എണ്ണ തേച്ച് അഭ്യംഗം ചെയ്യുന്നതാണ്. അതായത് എണ്ണ തേച്ച് ഒരു ഓയിൽ മസാജ് കൊടുക്കുന്നതാണ്. വാതദോഷത്തെ കുറയ്ക്കാൻ
കുറയ്ക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു തൈലം, ധന്വന്തരം തൈലം പോലെയുള്ള തൈലങ്ങൾ എടുത്തിട്ട് നമുക്ക് അത് ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ കുറച്ച് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ചെറിയൊരു ചൂടോടെ നമ്മുടെ കാലിൻ്റെ അടിയിൽ ആ കാൽ വെള്ളയില്ലേ അവിടെ നന്നായിട്ടൊരു 15 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല സുഖമാണ്, ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയതല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രഷർ കൊടുത്തൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര സ്മൂത്തായിട്ട് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വട്ടത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാത്രി കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാജ് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്, ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അപ്പോൾ അത്രയും സമയം ആ എണ്ണ നമ്മുടെ കാലിൽ തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഇത് കഴുകി കളഞ്ഞിട്ട് ഉറങ്ങണം കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവർക്കും ഉറക്കക്കുറവുള്ളവർക്കും ഒക്കെ ബെസ്റ്റ് റെമഡിയാണിത്. ഈ ഒരു പാദാഭ്യംഗം നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവരൊക്കെ ഞാൻ പറഞ്ഞ ആ 4 റെമഡീസിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക. പാദാഭ്യംഗം എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ചലഞ്ചിലും അതുപോലെ ഗീവ് അവേയിലും പങ്കെടുക്കുക. ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.